آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ് നമ്മൾ വായിക്കുന്നത്. അടുത്ത് ഇനി പറയുന്ന ഹദീസുകൾ അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ചുള്ള ഹദീസുകളാണ്. നമുക്കിന്ന് അയൽപക്ക ബന്ധം എന്നുള്ളത് എന്താണ്? അന്യമായി തീർന്നിരിക്കുകയാണ്. പണ്ടൊന്നും അങ്ങനെയല്ല. നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന കാലം. അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. എന്നോട് ജിബ്രീൽ വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ജിബ്രീൽ എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു അയൽവാസിയുടെ ഹക്കിനെ സംബന്ധിച്ച്, അയൽവാസികളോടുള്ള ബാധ്യതയെ സംബന്ധിച്ച്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു, ഞാൻ വിചാരിച്ചു അവർക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. ആ രീതിയിൽ ജിബ്രീൽ എന്നെ അയൽവാസികളുടെ വിഷയത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അത്രയും പേരുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വിചാരിച്ചു അവർക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന്. ആ രീതിയിൽ അവരോട് കടപ്പാടിൻ്റെ ബാധ്യതയുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ, അഥവാ ഒരു മുവഹിദ് മുഅ്മിൻ. മുഅ്മിൻ്റെ സ്വഭാവം എന്തായിരിക്കണം? ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അവൻ്റെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളട്ടെ. അയൽപക്ക ബന്ധം നല്ല രീതിയിൽ സൂക്ഷിക്കണം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ഫൽയുക്രിം ളൈഫഹു, അവൻ്റെ അതിഥികളെ സൽക്കരിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവർ, അതിഥികൾ എന്നുള്ളത് നമ്മൾ സൽക്കരിക്കണം. ഇഖ്ലാസോടുകൂടി അവരെ സൽക്കരിക്കണം. ഒരു ദിവസം നിർബന്ധമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ് ആ സൽക്കാരം. കൂടിയത് 3 ദിവസം. 3 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിഥികൾ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അത് വീട്ടുകാരെ പ്രയാസപ്പെടുത്തലാണ്. നമ്മൾ ചിലപ്പോഴൊക്കെങ്കിലും അതിഥികൾ വരുമ്പോൾ ഒരു പ്രയാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നാം പരിശോധിക്കണം. അതിഥി സൽക്കാരം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുമായി ബന്ധപ്പെടുത്തിയ ഒരു അമലാണ്. അതിഥി സൽക്കാരം. അതിഥികളൊന്നും നല്ല രീതിയിൽ സൽക്കരിക്കണം. ഒരു പ്രയാസം അതിൽ തോന്നാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടും അതിൽ തോന്നാൻ പാടില്ല. നമ്മൾ തിന്നിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതിഥികൾക്ക് നാം മനസ്സും വയറും നിറക്കണം. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ് അതിഥി സൽക്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒരു മുഅ്മിനായ ഒരാൾ ഒന്നുകിൽ നല്ലത് പറയുക, ഫഖുൽ ഖൈറൻ, നല്ലത് പറയുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആവശ്യമില്ലാതെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ മറ്റുള്ള കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അവനവൻ്റെ കാര്യം നോക്കുക. ഖൈറുണ്ടെങ്കിൽ സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഖൈറായ കാര്യങ്ങൾ സംസാരിക്കുക. സ്വന്തത്തിന് ഖൈറായ കാര്യങ്ങൾ സംസാരിക്കുക. ആവശ്യമില്ലാതെ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്. അത് വലിയ ദുരന്തം ഉണ്ടാക്കുന്ന ആഖിറത്തിൽ. അതിൻ്റെ ഹദീസുകൾ ശേഷം വരുന്നുണ്ട്. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി, നാവുകൊണ്ട് മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ ഒരു തരി ഈമാൻ പ്രവേശിക്കാത്തവരുമായ ആൾക്കാരെ, ലാ തഗ്താബു അൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ഗീബത്ത് പറയരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം പറയലല്ല, ഉള്ള കുറവെന്നെ പറയലാണ് ഗീബത്ത്. ദിക്റുക അഖാക ബിമാ യക്റഹ്. സഹാബാക്കൾ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഗീബത്ത്?
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ, ഒരു മുഅ്മിനായ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം അവനെ പറ്റി പറയുക. അപ്പൊ നമ്മുടെ ന്യൂനത പറയുന്നത് നമ്മളെല്ലാവരും വെറുക്കുകയാണ് അല്ലെ, നമുക്കുണ്ടാകുന്ന ഒരു ന്യൂനത അത് പരസ്പരം നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും വെറുക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ മുഅ്മിനീകളെ ഗീബത്ത് പറയരുത്, അവരുടെ കുറവുകളും ന്യൂനതകളും നിങ്ങൾ എടുത്ത് പരിഹസിക്കരുത്, അത് പരസ്യപ്പെടുത്തരുത്. വലാ തത്തബിഉ ഔറാതഹും, അവരുടെ രഹസ്യങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകരുത്. വലാത്ത വാക്കുന്നത് വലാ തത്തബിഉ ഔറാതിഹിം, മുഅ്മിനീങ്ങളുടെ രഹസ്യങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകരുത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ അന്വേഷിച്ച് അത് ചിക്കി ചികൻ അന്വേഷിച്ച് അതിൻ്റെ പിറകെ നിങ്ങൾ പോകരുത്. ഇനി ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ ന്യൂനതകൾക്ക് പിറകെ ആരെങ്കിലും പോവുകയാണെങ്കിൽ യത്തബിഇല്ലാഹു ഔറതഹു, ഇവന്റെ ന്യൂനതകൾക്ക് പിറകെ അള്ളാഹു കൂടും. അള്ളാഹു പ്രത്യേകം നോട്ട് ചെയ്യും. വമയ്യത്തബിഇല്ലാഹു ഔറതഹു, ആരുടെയെങ്കിലും രഹസ്യ ജീവിതത്തിലേക്ക് അള്ളാഹു അതിൻ്റെ പിറകെ കൂടുകയാണെങ്കിൽ, അവൻ്റെ ന്യൂനതകൾക്ക് പിറകെ അള്ളാഹു കൂടുകയാണെങ്കിൽ യഫ്ളഹുഹു ഫീ ബൈതിഹി, അവനവൻ്റെ വീട്ടിലാണെങ്കിലും ശരി അള്ളാഹു സുബ്ഹാനഹു വ തആല ജനമധ്യത്തിൽ അവനെ വഷളാക്കി കളയും. അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനീങ്ങളുടെ തെറ്റുകൾക്ക് പിറകെ അവരുടെ ന്യൂനതകൾക്ക് പിറകെ അന്വേഷിച്ച് നടക്കരുത്. എല്ലാവർക്കും ന്യൂനതയുണ്ട്, എല്ലാവർക്കും പോരായ്മകളുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ ഒഴിച്ച് ബാക്കി ലോകത്ത് എല്ലാവർക്കും എന്തുണ്ട്, ന്യൂനതകളും പോരായ്മകളുമുണ്ട്. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകൾക്ക് പിറകെ പോകരുത്. ഖൈറായത് മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അടുത്തൊരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സമിഅത്തുൽ മിഖ്ദാദ് ബിൻ അസ്വദ് യഖൂൽ, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു. എന്താണ്? സഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു അനി സിന, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിനയെ സംബന്ധിച്ച്, വ്യഭിചാരത്തെ സംബന്ധിച്ച് സഹാബാക്കളോട് ചോദിച്ചു. ഖാലു ഹറാം, അപ്പോൾ സഹാബാക്കളെ പറഞ്ഞത് നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു ഹറമഹു, അല്ല സഹാബാക്കൾ തന്നെ പറയാം, ഹറമഹുല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും അത് ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅൻ യസ്നിയ الرجل بعشر نسوة أيسر عليه من أن يزني بامرأة جاره, ഒരാൾ 10 പെണ്ണുമായിട്ട് വ്യഭിചരിക്കുന്നതാണ് അവനവൻ്റെ അയൽവാസിയുടെ ഭാര്യയുമായിട്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ ചെറുത്. അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് മറ്റുള്ള 10 പെണ്ണുങ്ങളൊക്കെ വ്യഭിചരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കടുത്ത ശിക്ഷക്കർഹമാകുന്ന കാര്യമാണ്. അത് വഞ്ചനയാണ്, ചതിയാണ്. അയൽവാസികളുടെ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് ആ അയൽവാസിയോട് ചെയ്യുന്ന വലിയൊരു ഖിയാനത്താണ്, വഞ്ചനയാണ്, അത് ചതിയാണ്. അത് ചെയ്യരുത്. മറ്റ് 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ അശദ്ധാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ കോപമുണ്ടാക്കുന്നതാണ് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നുള്ളത്. വസഅലഹും അനിസ്സരിഖ, റസൂൽ വീണ്ടും സഹാബാക്കളോട് ചോദിച്ചു കളവിനെ സംബന്ധിച്ച്, മോഷണത്തെ സംബന്ധിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ഹറാമുൻ ഹറമഹുല്ലാഹു അസ്സ വജല്ല വറസൂലുഹു, അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യസ്രിഖ മിൻ 10 അഹ്ലി അബിയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്രിഖ മിൻ ബൈതി ജാരിഹി, സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ് മറ്റുള്ള 10 വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ അശദ്, അള്ളാഹുവിൻ്റെ അടുക്കൽ കോപത്തിന് അർഹനാകുന്നത്. അപ്പം അയൽവാസിയോട് ചെയ്യുന്ന ദുൽമിനെന്തെയും ശിക്ഷ അധികമാണ്, മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ ശിക്ഷ അധികമായിരിക്കും അയൽവാസിയോട് എന്തെങ്കിലും ദുൽമ ചെയ്താൽ എന്നാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് എന്ത്, അയൽവാസിക്ക് നന്മ ചെയ്താൽ. നേരെ തിരിച്ചുകൊണ്ട് അയൽവാസി എന്തെങ്കിലും നന്മ ചെയ്താൽ അത് മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ കടുപ്പാണ്. അയൽവാസിക്ക് എന്തെങ്കിലും നന്മ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലകരമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഹദീത്ത് عن عبد الله بن عمرو رضي الله عنه أنه ذبحت له شاة
അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു സഹാബിയുടെ വീട്ടിൽ എന്ത് ചെയ്തു? ഒരാടിനെ അറുക്കപ്പെട്ടു. ഫജഅല യഖൂലു ലിഗുലാമിഹി, ആടിനെ അറുത്ത ആ നേരം മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, അഹദൈത അഹ്ദീത ലിജാരിന അൽ യഹൂദി, നമ്മുടെ യഹൂദിയായ ജൂതനായ അയൽവാസിക്ക് അത് കൊടുത്തോ? അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ സാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി ഹത്താ ظننت അന്നഹു സയുവരിസുഹു. അപ്പം ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? അയൽവാസി ആരാണെങ്കിലും, മുഅ്മിനാണെങ്കിൽ മാത്രമല്ല ആ പദവി ഉള്ളത്. അയൽപക്ക ബന്ധം എന്നുള്ളത് മുഅ്മിനാണെങ്കിൽ മാത്രമല്ല, മറിച്ച് എന്താണ്? മറ്റ് മതസ്ഥരാണെങ്കിലും അയൽപക്ക ബന്ധം ഈ ഹദീത്തിൽ പെടും. കാരണം ആ സഹാബിയുടെ ഫഹ്മാണത്. നമ്മുടെ മനസ്സ് എന്താ? ഹദീസും ഖുർആനും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതിയിൽ മനസ്സിലാക്കും. ആ സഹാബി മനസ്സിലാക്കിയത് എങ്ങനെയാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നിലപാടാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് എന്താ യഹൂദികളോടാ, ജൂതന്മാരോടാ, ഇസ്ലാമിൻ്റെ ശത്രുക്കളല്ലേ, അവരോട് ഇങ്ങനെ കാണിക്കുന്നത്? ആ സഹാബി ആ ഹദീത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കി. പക്ഷെ പണ്ഡിതന്മാർ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്, ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അവൻ ആരാകാൻ പാടില്ല? ഹർബി ആകാൻ പാടില്ല, അഥവാ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവരാകാൻ പാടില്ല. അതെല്ലാവർക്കും ആ ഷർത്തുണ്ട്. നമ്മളും മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ ഇടപാട് നല്ല രീതിയിലായിരിക്കണം. പക്ഷെ അത് ഹർബി ആകാൻ പാടില്ല. ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന, തക്കം കിട്ടുന്ന സമയത്തൊക്കെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവനാകാൻ പാടില്ല. അങ്ങനെയുള്ളവരോടൊന്നും വേണ്ടില്ല, സ്നേഹബന്ധം വെച്ച് പുലർത്തേണ്ട ആവശ്യം ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലീ ജാറൈനി ഫഇലാ അയ്യിഹിമാ അഹ്ദി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 2 അയൽവാസികളുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 2 അയൽവാസികളുണ്ട്. ആർക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത്? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇലാ അഖറബിഹിമാ മിൻകി ബാബൻ. ആ 2 വീടുകളിൽ ഏതാണോ നിന്റെ വീട്ടിനോട് അടുത്ത വീട്, അവർക്കാണ് നീ ആദ്യം ഹദിയ കൊടുക്കുക, അവരാണ് മുന്തിക്കേണ്ടത്. അപ്പം അയൽവക്ക ബന്ധത്തിൽ ഏറ്റവും അടുത്തുള്ള വീടിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. അടുത്തൊരു ഹദീസ്, عن الحسن رضي الله عنه أنه سئل عن الجار فقال, അയൽവാസിയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, ആരാണ് അയൽവാസികൾ? അപ്പം അദ്ദേഹം പറഞ്ഞു, 40 ദാറൻ അമാമഹു വ40 ഖൽഫഹു വ40 അൻ യമീനിഹി വ40 അൻ യസാരിഹി. നിന്റെ വീടിൻ്റെ മുൻഭാഗത്ത് 40 വീട്, വലതു ഭാഗത്തേക്ക് 40 വീട്, ഇടതു ഭാഗത്തേക്ക് 40 വീട്, വീടിൻ്റെ പിറകു വശത്തായിട്ട് 40 വീട്. അതാണ് നിന്റെ അയൽവാസികൾ. ഇപ്പോൾ എത്രയുണ്ടോ നമ്മുടെ നാട്ടിൽ? ആകെ 3 വീട്, 4ാമത്തെ വീട്ടിൽ നമുക്കറിയില്ല, അവിടെ അവസ്ഥകൾ അറിയില്ല, അവിടെ സാഹചര്യങ്ങൾ അറിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ആണെങ്കിൽ നമ്മൾ അന്വേഷിക്കണം, നമുക്കതറിയില്ല. നമ്മൾ എവിടെയോ എത്തി. അല്ലാണ്ട് റസൂലിൻ്റെ സുന്നത്തിൽ നിന്ന് നമ്മൾ എത്രയോ പിറകിലാണ്, എത്രയോ വിദൂരത്താണ്. നമ്മളെന്നാലും ഇങ്ങനെ നടക്കാണ്, വലിയ പ്രതീക്ഷയിൽ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നടക്കാണ്. പക്ഷെ അല്ലാണ്ട് റസൂലിൻ്റെ സുന്നത്തുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ടെന്ന് ഈ ഹദീസിനെ വെച്ച് നോക്കിയാൽ മതി. 4 വീടിന് 5ാമത്തെ വീട്ടിലെ ആൾക്കാർ ആരാണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമ്മൾ കുറേ മാറാനുണ്ട്, കുറേ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, കുറേ മാറ്റം വരുത്താനുണ്ട്. ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളൊന്നും തികഞ്ഞവരല്ല, കുറേ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത്. കാരണം ഇതാണ് ദീൻ, ഹദീസാണ്, ഇതാണ് ദീൻ. അല്ലാഹുവിന്റെ റസൂലിൻ്റെ ജീവിതമാണ് നമ്മുടെ ദീൻ. ആ ദീൻ അറിയില്ലെങ്കിൽ, അതിൽ അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ, അശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ദീനിൽ നിന്നും പിറകോട്ട് വരാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആയിക്കൂടാ. ഇതൊക്കെ അറിയണം, പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തന്നെ വേണം. ആരെതിർത്താലും ആരെന്ത് പറഞ്ഞാലും നമുക്ക് വലുതെന്താണ്? നമ്മുടെ ദീനാണ്, നമ്മുടെ റസൂലിൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ്, അള്ളാഹിൻ്റെ ദീനാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഹദീത്ത്,
سمعت ابن عباس يخبر ابن الزبير يقول سمعت النبي صلى الله عليه وسلم يقول അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ, തൻ്റെ അയൽവാസി വിശന്നിരിക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ലൈസൽ മുഅ്മിൻ, അവൻ മുഅ്മിനല്ല, അവൻ്റെ ഈമാൻ പരിപൂർണമല്ല. മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാൻ പരിപൂർണമല്ല. ഇപ്പം അയൽവാസിയുടെ അയൽപക്ക ബന്ധത്തെ അല്ലാഹുവിൻ്റെ റസൂല് എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്? ഈമാനുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ വയറ് നിറച്ച് തിന്നാണ് അയൽവാസി പട്ടിണി നടക്കുന്ന അവസ്ഥ ഒരിക്കലും ഒരു ഈമാൻ പരിപൂർണമായ ഒരു മുഅ്മിനിൻ്റെ മുവഹിദിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നമ്മൾ നാഖിസുൽ ഈമാനാണ്, ഈമാൻ കുറഞ്ഞ ആൾക്കാരാണ്, പൂർണ്ണമായിട്ടില്ല, എന്നും കുറേ ഉണ്ട് പൂർത്തിയാകാൻ. ഹക്കാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു ആറാമതായിട്ടോ അല്ലെങ്കിൽ അഞ്ചാമതായിട്ടോ മുസ്ലിമായ സഹാബിയാണ് അബൂദർ ജുന്ദ് ബിൻ ജുനാദ റളിയല്ലാഹു അൻഹു. വ്യത്യസ്തനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നല്ല മൂർച്ചയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടാണ്, ആരെയും കൂസാത്ത നിലപാടുകാരനാണ്. അതുകൊണ്ട് മറ്റുള്ള സഹാബാക്കൾക്കിടയിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. ശക്തമായിട്ട് എതിർക്കും. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണോ അതിനെതിരാണെങ്കിൽ അദ്ദേഹത്തെ എതിർക്കും. മൂർച്ചയുള്ള വാക്കുകളാണ്. മുൻകാലത്തെ മുസ്ലിമായ സഹാബിയാണ്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മദീനയിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നുണ്ട്. കുറച്ച് അകലെയായിട്ട് താമസിക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട് കാരണം സഹാബികൾ പറയണം, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസിൻ, എൻ്റെ ഖലീൽ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 3 ഉപദേശങ്ങൾ നൽകി. ഒന്നെന്താണ്? അസ്മഉ വ ഉതീഉ വലൗ ലിഅബ്ദിൻ മുജദ്ദഇൽ അത്റാഫ്, ഞാൻ അനുസരിക്കും, ഞാൻ കേൾക്കും എൻ്റെ നേതാവിനെ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ അമീറിനെ, നേതാവിനെ. വലൗ ലിഅബ്ദിൻ മുജദ്ദഇൽ അത്റാഫ്, അത് കുടുംബ പാരമ്പര്യമില്ലാത്ത അടിമയാണെങ്കിലും ശരി, ഇസ്ലാമിക രാജ്യത്തിൻ്റെ അമീറിനെ ഞാൻ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യും. ഒന്നാമത്തെ ഉപദേശം. അടിമയാണെങ്കിലും എന്ത് ചെയ്യണം? ഇസ്ലാമിക രാജ്യത്തിൻ്റെ അമീറാണോ അവനനുസരിക്കണം, നിർബന്ധമാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞു, മുജദ്ദഇൽ അത്റാഫ്, പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നസബും കുടുംബ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു അടിമയാണ് നിങ്ങളുടെ അമീറായിട്ട് വന്നതെങ്കിലും അനുസരിക്കണം, അവളെ തന്നെ കേൾക്കുകയും വേണം. രണ്ടാമത്തത് വഇദാ സനഅത മറഖതൻ ഫഅക്തിർ മാഅഹ, നീ വീട്ടിൽ കറി പാചകം ചെയ്യുകയാണെങ്കിൽ, മറഖത്ത് കറി പാചകം ചെയ്യുകയാണെങ്കിൽ ഫഅക്തിർ മാഅഹ, അതിന് നീ വെള്ളം കുറച്ച് അധികമാക്കണം. സുമ്മൻദുർ അഹ്ല ബൈത്തിൻ മിൻ ജീറാനിക്, എന്നിട്ട് നീ ആ കറി നിന്റെ അയൽവാസികൾക്ക് കൊണ്ടെത്തിക്കണം, അതിലെ വെള്ളം അധികരിപ്പിച്ചിട്ട്. ഫഅസിബുഹും മിൻഹു ബിമഅറൂഫിൻ, നല്ല രീതിയിൽ അവർക്ക് നീ അത് കൊടുക്കണം. വസൽ, രണ്ടാമത്തെ ഉപദേശം. അപ്പം കറി പാചകം ചെയ്യുമ്പോൾ അതിലെ വെള്ളം അധികരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യണം? വെള്ളം അധികരിപ്പിച്ചാൽ കറിയുടെ ടേസ്റ്റ് പോകാൻ പാടില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅസിബുഹും മിൻഹു ബിമഅറൂഫിൻ, നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അവനെ നീ പരിഗണിക്കണം. അതുപോലെ തന്നെ വസല്ലി അസ്സലാത ലിവഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നീ നിസ്കരിക്കണം. 3 ഉപദേശം അബൂദർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളാണ്. അഥവാ നമ്മളോട് അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കുകളാണ്. അമീറിനെ അനുസരിക്കണം, അയൽവാസിയെ പരിഗണിക്കണം. മൂന്നാമത്തത് കൃത്യസമയത്ത് നിസ്കരിക്കണം. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ നിസ്കാരം നിർബന്ധമാക്കിയത് സമയബന്ധിതമായിട്ടാണ്. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കണം, സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. അടുത്ത ഹദീത്ത് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറൊരു ഹദീത്താണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാദർ, അല്ലാഹുവിന്റെ റസൂൽ സഹാബി വിളിക്കാൻ, അബൂദർ, ഇദാ തബഖ്ത മറഖതൻ ഫഅക്തിർ മാഅൽ മറഖ,
വതആഹദ് ജീറാനക ഔ ഖിസിം ഫീ ജീറാനിക. അബൂദർ, നീ വീട്ടിൽ കറി പാചകം ചെയ്താൽ അതിന് വെള്ളം അധികരിപ്പിച്ച് നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കുക എന്ന് വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാം, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി തആല ഖൈറുഹും ലിസാഹിബിഹി. നല്ല കൂട്ടുകാരൻ അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു നല്ല കൂട്ടുകാരൻ ആരാണ്? ഖൈറുക്കും ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരൻ്റെ ഇടയിൽ നല്ലവനാണ്. പരസ്പരം കൂട്ടുകാരുണ്ടെങ്കിൽ അവർ നല്ലവനായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലും നല്ലവരാണ്. ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട്, ഒരു സംഘം ആൾക്കാരുണ്ട്, പരസ്പരം കൂട്ടുകാരാണ്. അവർ പരസ്പരം നല്ലവരായി കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ നല്ലവനാണ്. അതേപോലെ തന്നെ വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി തആല ഖൈറുഹും ലിജാരിഹി. അയൽവക്ക ബന്ധം, ഒരാൾ തൻ്റെ അയൽവാസിയെ സംബന്ധിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ, നല്ല അയൽവാസിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കലും നല്ല അയൽവാസിയാണ്. ഒരയൽവാസി മറ്റൊരു അയൽവാസിയെ മോശമായി പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലും മോശമാണ്. അതുകൊണ്ട് ബന്ധം, അയൽപ്പക്ക ബന്ധം നന്നാക്കുക, കഴിയുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ചെയ്ത് നല്ലത് പറയിപ്പിക്കുക. അടുത്തൊരു ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ ജീവിത വിജയത്തിൽപ്പെട്ടതാണ് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്. വിശാലമായ വീട് അതൊരു ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. അത് അവൻ്റെ ദുനിയാവിലുള്ള ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ്. അത് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, മഹറമില്ലാത്ത പെണ്ണുങ്ങൾക്ക് ഹിജാബിനോടുകൂടി വീട്ടിൽ താമസിക്കാൻ, അതുപോലെ തന്നെ അതിഥികൾ വന്നാൽ ഹിജാബ് ശ്രദ്ധിച്ച് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാൻ, അതൊക്കെ എന്താണ്? ഖൈറാണ്. അങ്ങനെ വിശാലമായ വീട് അത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു സഹാദത്താണ്, ദുനിയാവിൽ കിട്ടുന്ന ഒരു വിജയമാണ്. അതുപോലെ തന്നെ വൽ ജാറു സാലിഹ്, നല്ലൊരയൽവാസി, വിശ്വസിക്കാൻ പറ്റിയ ഒരയൽവാസി. എവിടെയെങ്കിലും പോയാൽ കുടുംബത്തിന് ഏൽപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, വീടും പരിസരവും ശ്രദ്ധിക്കാൻ ഏൽപ്പിക്കാൻ പറ്റിയ നല്ലൊരു അയൽവാസി, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു അയൽവാസി ഒരാൾക്ക് കിട്ടിയാൽ അത് അവൻ്റെ ദുനിയാവിലുള്ള വിജയമാണ്. നല്ലൊരു അയൽവാസി. വൽ മർകബുൽ ഹനി, നല്ല ഒരു വാഹനം, അവനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന നല്ലൊരു വാഹനം ഒരാളുടെ ദുനിയാവിൻ്റെ വിജയത്തിൽപ്പെട്ടതാണ്. വേറൊരു ഹദീത്ത് കാണാം, അർബഉൻ മിൻ സആദത്തിൽ മർ, ഒരു ആളുടെ ദുനിയാവുകളുടെ ജീവിതത്തിൽ വിജയത്തിൽപ്പെട്ട 4 കാര്യങ്ങൾ, ഈ 3 അതുപോലെ തന്നെ അൽ മർഅത്തു സാലിഹ, നല്ല ഭാര്യ, സാലിഹത്തായ ഭാര്യ. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ദുനിയാവിൽ വിജയിച്ചവനാണ്. അസ്വസ്ഥമാകൂല, അവൻ്റെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലായിരിക്കും. കാരണം എല്ലാം നല്ല കാര്യമാണ്. അവൻ്റെ നല്ലൊരു അയൽവാസി, വിശ്വസിക്കാൻ പറ്റിയൊരു അയൽവാസി, നല്ല സാലിഹത്തായ അള്ളാഹനെ പേടിക്കുന്ന ഒരു ഭാര്യ, വിശാലമായ എല്ലാവർക്കും നിൽക്കാൻ പറ്റിയ വിശാലമായ വീട്, നല്ലൊരു വാഹനം. ഈ 4 കാര്യങ്ങൾ ഒരു മുഅ്മിനിൻ്റെ ദുനിയാവിലുള്ള വിജയത്തിൻ്റെ അടയാളങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത്. അടുത്തൊരു ഹദീത്ത്, سمعت أبا هريرة رضي الله عنه يقول قيل للنبي صلى الله عليه وسلم يا رسول الله. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്ന ഫുലാന, മദീനയിലുള്ളൊരു പെണ്ണ്, ഒരു സ്ത്രീ, തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതഫ്അലു വതസദ്ദഖു, അവൾ രാത്രി നിസ്കരിക്കുന്ന നല്ല മുത്തഖിയ പെണ്ണാണ്, രാത്രി ദീർഘമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. വതസൂമുൻ നഹാർ, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പൽ അധികരിപ്പിക്കുന്നുണ്ട്. വതഫ്അലു, അങ്ങനെ കുറേ നന്മകൾ ചെയ്യുന്ന പെണ്ണ്. വതസദ്ദഖു, നല്ലോണം സദഖ കൊടുക്കുന്നുണ്ട്, അഥവാ നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്നൊരു പെണ്ണ്. പക്ഷെ വതുഉദി ജീറാനഹ ബിലിസാനിഹ, തൻ്റെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. അയൽവാസിക്ക് അവളെ നാവിനെ പേടിയാണ്.
എന്തെങ്കിലും ഒരു രഹസ്യം എന്തെങ്കിലും നടന്നാൽ, എന്തെങ്കിലും ഒരു ന്യൂനതകൾ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അയൽവാസി ആ പെണ്ണ് കണ്ടിനോ? ആ ഒരു പെണ്ണ് കണ്ടാൽ മതി, ആ നാട്ടിലെല്ലാവരും അറിയും. അത് നാവ് കൊണ്ടുള്ള ഉപദ്രവമാണ് അയൽവാസികൾക്ക്. ആ അയൽവാസി ഈ പെണ്ണിനെ വിശ്വസിക്കുന്നില്ല, ഈ പെണ്ണിൽ നിർഭയരാകുന്നില്ല, അങ്ങനത്തെ പെണ്ണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു ഖൈറുമില്ല. അവൾ ഇത്രയും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു ഖൈറുമില്ല. ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ടവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാ ഗൗരവം. ഇത്രയും ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? മിൻ അഹ്ലിൻ നാർ, അവൾ നരകത്തിൻ്റെ ആളാണ്. കാരണം എന്താണ്? നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. പിന്നെ സഹാബാക്കൾ വീണ്ടും പറഞ്ഞു, വ ഫുലാന, വേറൊരു പെണ്ണുണ്ട്, തുസല്ലി അൽ മക്തൂബ, അവളുടെ നിസ്കാരം രാത്രിയിലെ ദീർഘമായ നിസ്കാരമൊന്നുമില്ല, ഫർദാക്കപ്പെട്ട 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കും. വ തസദ്ദഖു ബി അസ്വാരിൻ, എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് സദഖ ചെയ്യും. വലാ തുഉദി അഹദൻ, പക്ഷെ ഒരാളെയും പ്രയാസപ്പെടുത്തൂല. നല്ല സ്വഭാവം. ഒരാൾക്കും അവരുടെ നാവിനെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസമില്ല. ആരുടെയും മനസ്സ് വേദനിപ്പിക്കൂല, ആരുടെയും അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിൽ സംസാരിക്കൂല, മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കൂല, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കും, രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും, ആരുടെ ന്യൂനതകളും പരസ്യപ്പെടുത്തൂല. അങ്ങനെയുള്ള സ്വഭാവമുള്ള പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ടതാണ്. അപ്പം അയൽവാസികൾ ഉപദ്രവിക്കുന്നത് നരകത്തിലേക്കും, അയൽവാസിക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന സ്വഭാവമാണെങ്കിൽ അവൾ സ്വർഗത്തിലേക്കുമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. നമ്മൾ നിസ്സാരമായി കാണുന്നതായിരിക്കും, പക്ഷെ അത് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കാര്യം, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അടുത്തൊരു ഹദീത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ നിസാ അൽ മുഅ്മിനാതി ലാ തഹ്തിറന്ന ഇംറഅത്തുൻ മിൻകുന്ന ലിജാറതിഹാ വലൗ ഖുറാഉ ഷാത്തിൻ മുഹറഖുൻ. യാ നിസാ അൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തായ പെണ്ണുങ്ങളെ, ലാ തഹ്തിറന്ന ഇംറഅത്തുൻ മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണും നിസാരമായി കാണരുത്, ലിജാറതിഹാ, അവരുടെ അയൽവാസികൾ ചെയ്യുന്ന ഒരു നന്മയെയും നിസാരമായി കാണരുത്. റസൂൽ ഉദാഹരണം പറയാണ്, വലൗ ഖുറാഉ ഷാത്തിൻ, അതൊരു ആടിൻ്റെ കുളമ്പാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിലും അതും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസാരമായി കാണരുത്. അയൽവാസികൾ എന്ത് ചെയ്യും? എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് കൊടുത്തേക്കും. അതൊരു സ്നേഹം പങ്കിടലാണ്. അതിന് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിസാരമായി കാണരുത്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതൊരു ആടിൻ്റെ കുളമ്പാണ് തന്നിട്ട് നിങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിസാരമായി കാണരുത്. മറ്റൊരു ഹദീസിൽ കാണാം, വലൗ ഫിർസിന ഷാത്തിൻ, ഒരാടിൻ്റെ കുളമ്പ്, അതെങ്കിലും തന്നിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ നിസാരമായി കാണരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യം. അപ്പം പരസ്പരം ചെയ്യുന്ന നന്മകൾ നിസ്സാരമായി കാണരുത്, അയൽവാസികൾ പരസ്പരം ചെയ്യുന്ന നന്മകൾ. അടുത്ത ഹദീത്ത്, ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നലി ജാറൻ യുദീനി, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു അയൽവാസിയുണ്ട്, ആ അയൽവാസി എന്നെ ഉപദ്രവിക്കുന്നു. ഫഖാല, റസൂൽ പറഞ്ഞു, ഇൻതലിഖ് ഫഅഖ്രിജ് മതാഅക ഇല ത്വരീഖ്, നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോ, എന്നിട്ട് ആ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നീ വഴിയിൽ കൊണ്ടുവെക്ക്. ആ സഹാബി പോയി. ഫന്തലഖ ഫഅഖ്റജ മതാഅഹു, ആ സഹാബി തിരിച്ചു വിട്ടുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ വഴിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഫജ്തമഅ അന്നാസു അലൈഹി, ഇത് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ കൂടി, അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണുമ്പോൾ എല്ലാ ആൾക്കാരും കൂടും. എല്ലാ ആൾക്കാരും കൂടി. ഫമാ ശഅനുക്, എല്ലാവരും ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പം അദ്ദേഹം പറയാണ്, ഖാല ലീ ജാറുൻ യുദീനി ഫദകർതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ ഇൻതലിഖ് ഫഅഖ്രിജ് മതാഅക ഇല ത്വരീഖ്. അപ്പം അദ്ദേഹം സംഭവം പറയാണ്, എനിക്കൊരു അയൽവാസിയുണ്ട്, ആ അയൽവാസിനെ ഉപദ്രവിക്കുന്ന ആളാണ്. ഇത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പരാതിയായിട്ട് പറഞ്ഞു.
അപ്പോൾ റസൂൽ പറഞ്ഞതാണ് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വഴിയിലേക്ക് വെക്കാൻ. ഇത് സംഭവം വിശദീകരിച്ചപ്പോൾ ഫജഅലു യഖൂലൂൻ അല്ലാഹുമ്മ ലഅൻഹു അല്ലാഹുമ്മ ഖ്സിഹി ഫബലഗഹു ഫഅതാഹു ഫഖാൽ. അപ്പം ജനങ്ങളൊക്കെ എന്ത് ചെയ്തു? ആ അയൽവാസിയെ ശപിക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ലഅൻഹു, അല്ലാഹുവിൻ്റെ ശാപം നിനക്ക് ഉണ്ടാകട്ടെ. മറ്റുള്ള മുഅ്മിനീങ്ങളെ ശപിക്കണം അയൽവാസിയെ, അല്ലാഹു നിന്നെ നിന്ദനാക്കട്ടെ. അങ്ങനെ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, കാണുന്ന ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ആ സഹാബിക്ക് വിവരം കിട്ടി, ആ വ്യക്തിക്ക് വിവരം കിട്ടി, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, എല്ലാവരും എന്നെ ലാനത്ത് ചെയ്യുന്നുണ്ട്. ആ സഹാബി ഫഅതാഹു, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഇർജി ഇലാ മൻസിലിക്, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ഫവല്ലാഹി ലാ ഉദീക്, അല്ലാഹുവാണ് സത്യം, ഇനി നിന്നെ ഞാൻ ഉപദ്രവിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് സഹാബി. ഒരു ഹദീത്തും കൂടി. كان ثوبان رضي الله عنه يقول, ثوبان رضي الله عنه ധരിക്കുന്ന ഹദീത്ത്, ما من رجلين يتصارمان فوق 3 أيام, രണ്ടാൾക്കാർ 3 ദിവസത്തിൽ കൂടുതൽ അവർ പിണങ്ങി നിൽക്കുകയാണ്, അയൽവാസികൾ പിണങ്ങി നിൽക്കുകയാണ്. ഫയഹ്ലിക അഹദുഹുമ, അതിലൊരാൾ മരണപ്പെട്ടു. ഫമാത, രണ്ടാൾക്കാരും മരണപ്പെട്ടു. വഹുമ അലാ ദാലിക മിനൽ മുസാറമ, അവർ ആ പിണക്കത്തിൽ തന്നെ ആയിരിക്കും അവർ മരണപ്പെട്ടാൽ. ഇല്ലാ ഹലക ജമീഅ, രണ്ടാൾക്കാർ എന്നാൽ ആഖിറത്തിൽ പരാജിതരാണ്. അതിന് കൂടെ തന്നെ പറയാണ് വമാ മിൻ ജാരിൻ യദ്ലിമു ജാറഹു വയഖ്ഹറഹു, ഒരയൽവാസി തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുകയാണ്, ദുൽമ് ചെയ്യാൻ, അവനെ ഉപദ്രവിക്കുകയാണ്. ഹത്താ യഹ്മിലഹു ദാലിക അലാ അൻ യഖ്റുജ മിൻ മൻസിലിഹി, അങ്ങനെ ഈ അയൽവാസിയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അയാൾ വീട് വിട്ട് താമസം മാറി പോവുകയാണെങ്കിൽ ഇല്ലാ ഹലക, എന്നാൽ ആഖിറത്തിൽ ഇവൻ പരാജിതനാണ്. നമ്മുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ നമ്മളെ അയൽവാസി വീട് മാറി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആഖിറത്തിലുള്ള പരാജയമാണ്. ഇതൊക്കെ ഇന്നും കുറേ ഹദീത്തുകൾ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ട ഹദീത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, അതൊക്കെ ദീനാണ്, അല്ലാഹുവിൻ്റെ ദീനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അത് പൊതിഞ്ഞിട്ടുണ്ട്, ഒന്നും പുറത്തല്ല. നമ്മൾ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ബന്ധങ്ങളായാലും പരസ്പര ഇടപാടുകളായാലും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ദീനായിട്ട് തന്നെ നമ്മൾ കാണണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് കാണണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. നമ്മുടെ ഈമാൻ്റെ പൂർത്തീകരണമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, കഴിയേണ്ട പരമാവധി പ്രാവർത്തികമാക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.